ഇന്ന് ഒരു മദേഴ്സ് ഡേ സ്പെഷ്യൽ കാർഡ് ആയാലോ? സംഭവം മദേഴ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യാത്ത ആളായതുകൊണ്ട് തന്നെ ഈ മദേഴ്സ് ഡേ കാർഡ് ചെയ്യണത് ഫസ്റ്റ് ടൈമാണ്. പിൻട്രസ്റ്റ് തപ്പിപ്പോയപ്പോൾ ഈ ഒരു ഐറ്റം കണ്ടപ്പോൾ തന്നെ ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു. പക്ഷേ ഈ മദേഴ്സ് ഡേ എന്നുള്ളത് ഇന്നലെ രാത്രി ഞാൻ അറിയണത്. അപ്പോൾ പെട്ടെന്ന് തട്ടിക്കൂട്ടിയതാണെങ്കിൽ പോലും ഇന്നലെ ഇടിയും മഴയുടെ കാരണം കൊണ്ട് എനിക്കത് പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. മെയ് 10th ആണ് മദേഴ്സ് ഡേ ആണെങ്കിൽ പോലും നമുക്ക് എന്നും നമ്മുടെ പാരൻസ് നമുക്ക് ചെയ്തു തരുന്ന ഓരോ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്നും മദേഴ്സ് ഡേ ആണ്. എനിവേ ഈ കാർഡ് ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. ജസ്റ്റ് ഒരു പേപ്പർ എടുക്കുക, ഫോൾഡ് ചെയ്യുക. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ജസ്റ്റ് ആദ്യം ഒരു ലാഡർ വരച്ചെടുക്കുക, പിന്നെ ഒരു ലേഡിയുടെയും ഒരു ബേബി ഗേളിൻ്റെയും ഫോട്ടോ വരച്ചതിന് ശേഷം 2 ഹോൾ ഇട്ട് കൊടുക്കുക. ആ 2 ഹോൾ കൂടെ ഒരു ത്രെഡും കൂടി ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ത്രെഡാണ് ഈ കാർഡിൻ്റെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റം. അത് കെട്ടിയതിന് ശേഷം ജസ്റ്റ് ഫ്രണ്ടത്തെ ത്രെഡിൽ ആ ബേബി ഗേളിനെയും കൂടി സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ മദേഴ്സ് ഡേ സ്പെഷ്യൽ കാർഡ് ആയതുകൊണ്ട് തന്നെ ഹാപ്പി മദേഴ്സ് ഡേ എന്നൊക്കെ ഞാൻ ചെയ്തിട്ട് പിന്നെ എനിക്ക് തോന്നി എന്തൊക്കെയോ ഞാൻ അതിൽ ചെയ്തിട്ടോ. പിന്നെ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കോഡ്സ്, എന്തെങ്കിലും മെസ്സേജോ എന്തെങ്കിലും എഴുതാണെങ്കിൽ അതും എഴുതി കൊടുക്കുക. ഈ കാർഡിലെ മെയിൻ ഹൈലൈറ്റ് ആട്ടോ ഈ ബേബി ഗേൾ ഈ ത്രെഡിൽ കൂടെ ഈ മദറിന് ഈ ക്രൗൺ വെച്ച് കൊടുക്കുന്ന ഐറ്റം. അതാണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഈ കാർഡ് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. പിന്നെ നമ്മുടെ പാരൻസിന് നമ്മൾ ഗിഫ്റ്റ് ചെയ്യണമെങ്കിൽ മെയ് 10th മദേഴ്സ് ഡേ ആവണമെന്നൊന്നുമില്ല, എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചെയ്യാം കേട്ടോ.